ഇപ്പോൾ അൻവർ സാദത്ത് മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ് നിലപാടിൽ. അങ്ങനെ അൻവർ സാദത്ത് മന്ത്രിസഭയിൽ വേണമെന്ന് അദ്ദേഹം ഉറച്ചു നിന്നാൽ അത് ലീഗിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ലീഗിനെ സംബന്ധിച്ച് അതൊരു തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ടോ? അമല്, അൻവർ സാദത്തോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും മുസ്ലിം നേതാവ് മന്ത്രിയായാൽ അത് ലീഗുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങളെ ബാധിക്കുമെന്നുള്ള വ്യാഖ്യാനം, അത്തരത്തിൽ നടക്കുന്ന പ്രചരണം ശുദ്ധ അസംബന്ധമാണ് എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം നമ്മളൊരു അല്പം രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത് തെറ്റാണെന്ന് തെളിയും. 2011-16 മന്ത്രിസഭാ കാലത്ത് 5 മന്ത്രിമാരുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ 5ാം മന്ത്രി വിവാദം UDF ഉണ്ടായത്. എന്നാൽ അക്കാലത്തും കോൺഗ്രസിൽ നിന്ന് ആര്യാടൻ മുഹമ്മദ് മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ 5 മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും കോൺഗ്രസിന്റെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവുക പതിവാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആശങ്കയും അതേപ്പറ്റി വേണ്ട. അത്തരത്തിൽ ഈ ലീഗിന് തിരിച്ചടിയാവുന്ന ഒരു തീരുമാനവുമല്ല. ലീഗിന്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നു. കോൺഗ്രസിന്റെ മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ കോൺഗ്രസ് സാമുദായിക പ്രാദേശിക പരിഗണനകളുടെ അടിസ്ഥാനമാക്കി കോൺഗ്രസും അവരുടെ തീരുമാനത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അൻവർ സാദത്തിനെ മന്ത്രിയാക്കുമ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങളെ ബാധിക്കുമെന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. അൻവർ സാദത്ത് കോൺഗ്രസിന്റെ മന്ത്രിയായിട്ടാണ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്നാൽ ലീഗിന്റെ കാര്യം ലീഗിന് തീരുമാനിക്കാം. ആ നിലയ്ക്കാണ് ഈ വിഷയത്തെ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം സമീപിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.